എൻ്റെ പേര് പ്രിൻസ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ സൗഭാഗ്യ, ഇതെൻ്റെ മൂത്ത കുട്ടി എസ്തർ, ഇത് രണ്ടാമത്തെ ആൾ സാൻഡ. മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന സിറ്റുവേഷനിൽ നിന്നും മാതാവ് വളരെ അത്ഭുതകരമായിട്ട് എന്നെയും എൻ്റെ ഭാര്യേനെയും എൻ്റെ അപ്പച്ചനെയും അമ്മച്ചീനെയൊക്കെ രക്ഷപ്പെടുത്തിയ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. 2019 ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സംഭവം കേൾക്കുന്നത്. അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നു. രാവിലെ വന്ന് ഉടമ്പടി എടുക്കാൻ തന്നെയാണ് വന്നത്. ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനും വൈഫും വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉടമ്പടിക്ക് നമുക്കിങ്ങനെ ചെയ്യാം, ഇതിൻ്റെ 6 നിയോഗങ്ങളുണ്ട്, നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ മാതാവ് നമുക്ക് നടത്തി തരും എന്നാണ് വിശ്വാസം. അപ്പം ഞാനതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു അലസതയുണ്ട്. കാരണം ഞാനൊരാണാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് അന്ന് മാതാവിനോടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ അധികം അങ്ങോട്ട് വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ വന്നു. അവളാണ് ആദ്യം 2019 ഉടമ്പടി എടുത്തത്. 19 ഉടമ്പടി എടുത്തു. അതിന് ശേഷം നിയോഗം എഴുതാൻ നേരത്തെ എന്നോട് ചോദിച്ചു, നമുക്ക് 6 നിയോഗങ്ങൾ വേണം, ഞങ്ങൾക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട്, പക്ഷേ 6 എണ്ണം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള 6 നിയോഗങ്ങളാണ് എഴുതേണ്ടത്. അതിനകത്ത് 1ാമത്തെ നിയോഗം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, വീടില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം. അപ്പം ഞങ്ങളങ്ങനെ അതിനകത്ത് ആദ്യത്തെ നിയോഗം വെച്ചു. ഞങ്ങളെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അങ്ങനെ മാരകമായ രോഗങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും രക്ഷിക്കണമെന്ന് ആദ്യത്തെ ഉടമ്പടി ഞങ്ങൾ വെച്ചു. അതിനുശേഷം ഞങ്ങൾ 2ാമത്തെ വെച്ചു, ഞങ്ങൾക്കൊരു വീട്. അതിന് വേണ്ടിയിട്ട് മാതാവ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ 2 ഉടമ്പടി വെച്ചു. അങ്ങനെ തീരെ വലിയ താല്പര്യമില്ലാത്ത ഒരു 3, 4, 5, 6 അങ്ങനെ ഒരു എഴുതി തേക്കപ്പെട്ട ഒരു 6 ഉടമ്പടിയാണ് അന്ന് ഞങ്ങൾ വെച്ചത്. അപ്പോൾ ഈ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ അത് അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ തോന്നിയോണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ എഴുതിയത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ വൈഫിന് പുറത്ത് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ആൾ നേഴ്സാണ്, ആൾ ജോലിക്ക് പോയി. അപ്പം അന്ന് ഏകദേശം 2019 ഓഗസ്റ്റിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴ പെയ്യുന്ന സമയമാണ്. മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്താണ് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ 3 സൈഡും മലയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ വലിയൊരു തോട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു തോടാണ്. എന്നിരുന്നാലും ആ വീട്ടിൽ അത്ര സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്രയും വർഷമായിട്ട്, കാരണം ഒരു 40-45 വർഷക്കാലമായിട്ട് അതിനകത്ത് താമസിക്കുന്നതാണ്, ഇതുവരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ അപ്പച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ ഭയങ്കരമായിട്ട് മഴ കൂടിയിട്ടുണ്ട്, കറണ്ടില്ല, ടെലിഫോണിന് നെറ്റ്വർക്കും കിട്ടുന്നില്ല, അപ്പം നീ വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ തോട് കടത്തണ്ട, റോഡിലിട്ടാൽ മതി എന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചു പറയും. കാരണം തോട് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്കകത്ത് വെള്ളം കയറും, അത് പ്രശ്നമായതുകൊണ്ട് തോട് കടത്തണ്ട എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അഹങ്കാരത്തിന് തോട് കടത്തി വീട്ടിൽ കൊണ്ടുപോയിടും. അതാണ് സാധാരണ പതിവ്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അപ്പച്ചൻ പറഞ്ഞതെന്തോ ഞാൻ കേട്ടു. ഞാൻ എൻ്റെ വണ്ടി എൻ്റെ തൊട്ടടുത്ത അയൽവക്കത്തെ വീട്ടിലിട്ടു. അവിടെയൊക്കെ അയൽവക്കം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല അറിയാമല്ലോ. ഇവിടെ ഒരു വീടാണെങ്കിൽ ഒരു 300, 400, 500 മീറ്റർ പോകണം അടുത്ത അയൽവക്കം കാണാൻ. അതാണ് ഞങ്ങൾക്ക് അയൽവക്കം. അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം. അപ്പം ഞാൻ അവിടെ വണ്ടിയിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും തോട് നിറഞ്ഞു പോകുന്നുണ്ട്. ഒരു തരത്തിൽ തോട് കടന്ന് ഞാൻ വീട്ടിൽ പോയി വൈകിട്ട് ഒരു 6-7 മണി ആയപ്പോഴത്തേനും കറണ്ടില്ല, മണ്ണെണ്ണ വെട്ടമാണ്. മൂത്ത കുട്ടിയുണ്ട് എൻ്റെ കൂടെ, അവൾക്ക് അന്ന് 2 വയസ്സേ ഉള്ളൂ. എൻ്റെ വൈഫ് അവിടെ ഇല്ല. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, അത്യാവശ്യം ഏജ്ഡാണ്. അപ്പച്ചന് ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് 2008, ഓൾറെഡി സ്റ്റെൻഡ് ഇട്ടതാണ്. അമ്മച്ചിക്കും അത്യാവശ്യം പ്രായമുണ്ട്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഒരു 7-7:30 ആയപ്പോഴത്തേനും മഴ ശക്തിയായിട്ട് പെയ്യാണ്. ഒരു രക്ഷയില്ലാത്ത മഴ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, അതേപോലെ മഴ. ഒരു 10 ദിവസമായിട്ട് ഇതേ അവസ്ഥയാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ നിന്ന്, ഹാളിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ വീടിൻ്റെ പുറകിൽ നിന്ന് എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്ന ശബ്ദം കേട്ടു. ഞാൻ ജസ്റ്റ് ടോർച്ച് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ വണ്ടി ഇടാൻ വേണ്ടി ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിയ തോട് പോലെ വെള്ളം കുത്തി ഒഴുകി പോവുകയാണ്.
അപ്പം ഞാൻ ഇറങ്ങി, ഞാൻ അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു, അപ്പച്ച ഇതെന്താ സംഭവം എന്നറിയില്ല, വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചൻ എന്നോട് പറഞ്ഞത്, മോനെ മുകളിൽ മിക്കവാറും ഉരുൾ പൊട്ടിയതായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉരുൾ പൊട്ടാറുണ്ട് ഇത്രയും മഴ പെയ്യുമ്പോൾ. അത് കേട്ടപ്പോഴത്തേനും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം വീടിൻ്റെ പുറകിലുള്ള കുറേ ഷീറ്റുകൾ, ഡ്രം, കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ പഴയ ബുക്കും അടക്കം ഞാൻ പുറകിലൊരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒഴുകി ഇങ്ങനെ പോവാണ്. ഞാൻ കുറേ ബുക്ക് എടുക്കാൻ നോക്കി. ഈവൻ ഗ്യാസ് സിലിണ്ടർ വരെ, കാലി സിലിണ്ടർ വരെ ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഞാൻ കുറേ നോക്കി, ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി സംഭവം അപകടമാണ്, ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സൈഡിൽ കൂടെ വന്ന വെള്ളം വീടിൻ്റെ ബാക്കിൽ വന്നിട്ട് കുത്തി വീടിൻ്റെ 2 സൈഡിൽ കൂടെ ഒഴുകുകയാണ്. ഈ 2 സൈഡിൽ കൂടെ ഒഴുകുന്ന വെള്ളം പോരാഞ്ഞ് ബാക്കിയുള്ള മലയത്തെ വെള്ളം തോട്ടിൽ കൂടെ മുന്നിൽ കൂടെ പോവുകയാണ്. അപ്പം 4 സൈഡിലും വെള്ളം കയറി കിടക്കുകയാണ്. ഞങ്ങൾക്കൊരു രക്ഷയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുഞ്ഞുറങ്ങുകയാണ്. ഇവളെ ഞാൻ എടുത്തു. ഇവളെ എടുത്ത് ടോർച്ചും എടുത്ത് ഞാൻ ഇവളെ എടുക്കാൻ റൂമിൽ പോയപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തു. എനിക്കിവിടുന്ന് വന്നപ്പോൾ ഒരു കാശ് രൂപം ഇവളെനിക്ക് തന്നിട്ടാണ് പോയത്. ഞാൻ ആ കാശ് രൂപം എടുത്ത്, ഷർട്ട് ഇട്ടിട്ടില്ല, മുണ്ടിൻ്റെ മടുക്കുകുത്തേ വെച്ച് ഞാൻ ടോർച്ചും എടുത്ത് പുറത്തിറങ്ങി. 2 സൈഡും ഓടി ഓടി ഞാൻ ടോർച്ചടിച്ച് നോക്കുകയാണ്, ഏത് സൈഡിൽ കൂടെയാണ് ചെളി വരുന്നത്, ഏത് സൈഡിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അതേപോലെ മഴയാണ്, കറണ്ടില്ല, നെറ്റ്വർക്കും ഇല്ല, ഒരു മനുഷ്യനെ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉരുൾ പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം, ഇടി പോലെ. അന്ന് മൊത്തം അവിടെ പൊട്ടിയത് 28 ഉരുളാണ് ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് പൊട്ടിയത്. 28 ഉരുൾ പൊട്ടിയതിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ ബാക്ക് സൈഡിൽ വന്ന് വെള്ളവും ചെളിയും കൂടെ വീടിനകത്ത് കയറാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ കടക്കണം, ആരെ വിളിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. കുഞ്ഞുണ്ട്, അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഞാനൊരാളേ ഉള്ളൂ. എന്തായാലും ഞാൻ അവിടെ നിന്നു. ഞാൻ മനസ്സിൽ ടോർച്ച് അടിച്ചുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അമ്മേ മാതാവേ, ഞാനും ഭാര്യയും നിൻ്റെ സന്നിധിയിൽ വന്നതാണ്. നിൻ്റെ സന്നിധി വന്ന് ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളവും ഈ ഒരു മഴയ്ക്കോ എന്നെയോ എൻ്റെ കുടുംബത്തെയോ നശിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ കരം പിടിച്ച് അങ്ങ് എങ്ങനെയും എന്നെ ഈ തോട് കർത്തണം. ഞാനത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ കണ്ണടച്ചത് പ്രാർത്ഥിച്ച് തിരിഞ്ഞ് ഞാൻ നോക്കുമ്പം ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ കോണിയാണ് ഞാൻ കാണുന്നത്. ഒന്നും നോക്കിയില്ല, കോണി എടുത്ത് തോടിൻ്റെ കുറുകെ ഇട്ടു. 2 കവുങ്ങ് വെട്ടിപ്പൊളിച്ച് അതിലേക്കിട്ട് ഞാൻ അപ്പച്ചനെ ആദ്യം കടത്തി, കയറ് കെട്ടി. അത് കഴിഞ്ഞ് അമ്മച്ചീനെ കയറ് കെട്ടി കടത്തി. അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ഞാൻ അപ്പുറത്ത് കടത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അന്നത്തെ ആ ഒരവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ചയോളത്തോളം ഞങ്ങൾ പള്ളിയുടെ ക്യാമ്പിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പം ആ ഒരു സിറ്റുവേഷനായി. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും ഈ ഉരുൾ പൊട്ടിപ്പോയ ചാലിക്കൂടെ വെള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം വരുന്ന ആ സൗണ്ടും ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്, ഒന്നാമത് വയസ്സായ ആളും കൂടെ ആയതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പിന്നെ രണ്ടാമത്തെ ചിന്ത, ഒരു വീട് മേടിക്കണം, അവിടുന്ന് എങ്ങനെയും മാറണം, അതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഞാൻ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു വീട് നോക്കാൻ വേണ്ടി പോയി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. വീട് നോക്കാൻ വേണ്ടി പോയി. വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. കയ്യിൽ ഒറ്റ പൈസയില്ല, വീട് മേടിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് ഈ മഴ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് കാലവർഷമായിട്ടുള്ളൂ, തുലാവർഷമായിട്ടില്ല. അപ്പം മഴ പെയ്യും തോറും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അറിയാലോ, ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാവും, പിന്നെ അങ്ങോട്ടൊന്നും കയറ്റത്തില്ല. അപ്പോൾ ഒരു തരത്തിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, ഇവളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വീട് കണ്ടു. വീട് കണ്ട് ഏകദേശം ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 2-3 ബാങ്കിൽ കയറി നോക്കി. മാനേജർമാരും ലോൺ തരില്ല. കാരണം ഇങ്ങനെ ഒരു ഉരുളുപൊട്ടിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് അവർ ലോൺ തരത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. ഉടനെ ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് ഈ ആൾക്കാരെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എൻ്റെ ജീവൻ നീ രക്ഷിച്ചു, അത് ശരിയാണ്, അതിന് ഞാൻ എന്നും നന്ദിയുള്ളതാണ്. ഇനി എന്നെ പേടിപ്പെടുത്തി നീ എന്നെ മുന്നോട്ട് ജീവിപ്പിക്കരുത്, അതിനെന്തെങ്കിലും ഒരു തീരുമാനം നീ എനിക്കിന്ന് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഇത് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ആ സമയത്ത് വൈഫ് അവിടെ ഒരു ദിവസം 53 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന 53 ദിവസം ചൊല്ലിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വീട് അഡ്വാൻസ് കൊടുക്കുകയും 2019 ഡിസംബറിൽ തന്നെ ഞങ്ങൾ വീട് രജിസ്ട്രേഷൻ ചെയ്തെടുക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ അനുഭവം. ഇനി 3ാമത്തെ അനുഭവം എന്ന് പറയുന്നത് 2021 എൻ്റെ ഇളയ മോളുണ്ടായി. 2022
ഒരു ഒക്ടോബർ ആയപ്പോഴത്തേന് ഇവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനികളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന് പനി വന്നു കഴിയുമ്പോഴത്തേന് തീരെ അവശതയാവും, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് എന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു ഒക്ടോബർ ആയപ്പോഴത്തേനും ഇവക്ക് പനി വന്നു. എൻ്റെ അടുത്താണ്, ഞാനും മോളും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ, ഇവള് പുറത്താണ്. അപ്പോൾ പനി വന്നു കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ, 2 ദിവസം കൊണ്ട് പനി കുറയുമെന്ന് പറഞ്ഞു. 2 ആയി 3 ആയി, പനി കുറയുന്നില്ല. 4-ാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്കിത് എന്ത് പനിയാണെന്നുള്ളത് അറിയുന്നില്ല, കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, യൂറിൻ നോക്കി, എന്താണ് അസുഖം എന്നറിയത്തില്ല. അന്നൊരു 11:30 ആയപ്പോൾ ഡോക്ടർ എന്നെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല, നമുക്കിത് പറയാൻ പറ്റുന്നത് കവാസാക്കി എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, പക്ഷേ ഇതെനിക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുക്കണം. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ ഡോക്ടർ എന്നെ അഡ്മിറ്റ് ചെയ്ത് എന്നെ വിളിച്ചത് ശനിയാഴ്ചയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഓൾറെഡി 3-4 ദിവസം ഹോസ്പിറ്റലിലായി. കുട്ടിയുടെ സിറ്റുവേഷൻ വളരെ മോശമായി. ഈ കവാസാക്കി എന്ന് പറയുന്നത് ഹേർട്ടിലെ കൊറോണറി ആർട്ടറീനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ഹേർട്ടിൻ്റെ കൊറോണറി ആർട്ടറി വീങ്ങിയിട്ട് ഹാർട്ടിന് ബ്ലോക്ക് വരെ വരുന്ന ഒരു അസുഖമാണ്. അപ്പം അതിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ ആ ക്രിട്ടിക്കൽ പ്രശ്നങ്ങളും ഞങ്ങൾ അന്നേരം മനസ്സിലാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് MES മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അവിടെ നിന്നാണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ പോയി അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം അവരൊരു മരുന്ന് മാത്രമാണ് പറഞ്ഞത്, വേറെ ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല. IVIG എന്ന് പറഞ്ഞ ഒരു തെറാപ്പിയാണ് ഇതിനുള്ളത്. പക്ഷേ ഒറ്റ പ്രശ്നമുണ്ട്, ഇത്രയും ദിവസം പനി ആയതുകൊണ്ടും ഇനി ആ മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടി റിയാക്റ്റീവ് ചെയ്തില്ലെങ്കിൽ, അതിന് റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ വേറൊരു മരുന്നുമില്ല, നമുക്ക് ഒരു ഹോപ്പുമില്ല. അപ്പം NICUവിലേക്ക് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അവിടെയും വന്നു എനിക്ക് പ്രതിസന്ധി, കാരണം NICUവിൽ അപ്പനെ കയറ്റത്തില്ല, നിർഭാഗ്യവാൻ. വീണ്ടും പുറത്തിരുന്നു, കുഞ്ഞിനെ മടി വെച്ചിരിക്കുകയാണ്, ഈ കുട്ടി വേറെ ആരുടെയും കൂടെ പോകത്തില്ല. അപ്പം ഞാൻ ഒത്തിരി അവിടെ ഇരുന്ന് വിഷമിക്കുകയാണ്, ഞാൻ കരയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് വന്നു. അപ്പോൾ അവരുടെ ആരുമായിട്ട് ഈ കുട്ടി ഈ അസുഖവും കൂടെ ഉള്ളതുകൊണ്ട് തീരെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അനസ്തെറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാലും ഈ കുട്ടി ഉറങ്ങുന്നില്ല, കാരണം ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്ന ഇവക്കറിയാം, ഇവൾ ഉറങ്ങുന്നില്ല. അപ്പം ഞാൻ ഇവളെ എടുത്തു കഴിഞ്ഞ് ഞാൻ പുറത്തു പോയിട്ട് ഞാൻ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇന്ന പോലെയാണ് സിറ്റുവേഷന്, നമുക്ക് ഇനിയിപ്പോൾ ഈ മരുന്ന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല, എന്തായാലും ഇത്രയും വൾഗറായ ഒരു സിറ്റുവേഷനായി, അതുകൊണ്ട് മരുന്ന് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം നീ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെ തോളിലിട്ടുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ ഈ കൃപാസനത്തിൻ്റെ ഈ പള്ളിയുടെ മുന്നിൽ, അൾത്താരയുടെ മുന്നിൽ മുട്ടുകുത്തി കൈ വിരിച്ച് നിൽക്കുന്ന ഞാനാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് മാത്രമേ ഞാൻ അവിടെയുള്ളൂ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇവിടെയാണ്. ഞാനിവിടെ ആയിരുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം കുട്ടി പതുക്കെ ഉറങ്ങാൻ തുടങ്ങി. കുട്ടീനെ ഞങ്ങൾ NICUവിൽ കൊടുത്തു. എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. പതുക്കെ മയങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും NICUവിൽ കൊടുത്ത് 8:30 ആയപ്പോഴത്തേനും ഫസ്റ്റ് ഡോസ് കൊടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡോസ് കൊടുത്ത് ഏകദേശം ഒരു 9-10 ആയപ്പോഴത്തേനും ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്, വേറെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ കൃപാസനത്തിലെ മാതാവിനോടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് മാതാവിൻ്റെ ആ ഫ്രണ്ടിലത്തെ കവാടം തൊട്ട് നമ്മൾ ഉടമ്പടി എടുത്ത് പോകുന്ന ആൾത്താര വരെ ഞാൻ മുട്ടേ നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങളത് കഴിഞ്ഞ് രോഗമെല്ലാം മാറി കുറച്ച് നാൾ അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഹാർട്ടിന് വീക്കം ഉണ്ടോയെന്നറിയാൻ കാർഡിയോളജിസ്റ്റിനെ കണ്ടു. പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വരികയും അതൊന്നും കാര്യമായി ബാധിച്ചില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഞങ്ങളിവിടുന്ന് പോയി. പിന്നെ എനിക്ക് 3-ാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ആക്ച്വലി ഒരു നേഴ്സാണെങ്കിലും കുറച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. കാരണം എൻ്റെ അപ്പച്ചന് വയ്യ. അപ്പച്ചന് ഇങ്ങനെ ഒരു 2008 തൊട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഹാർട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ടും എനിക്കങ്ങനെ എവിടെയും പോയി സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പം എനിക്ക് ഇതേപോലെ തന്നെ അയർലൻഡിൽ നിന്നൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. ഏജൻസിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ സംസാരിച്ചു. അപ്പം എനിക്ക് 2-3 മോക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഡേറ്റ് തന്നു. ആദ്യത്തെ മോക്ക് ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു, ഞാൻ പെർഫോം ചെയ്തു. എന്നോട് പറഞ്ഞു, പ്രിൻസേ
25 CV എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത്രയും മോശപ്പെട്ട് മാത്രം സംസാരിക്കുന്ന പ്രിൻസിന് ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്നാണ് എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാഹചര്യത്തിൽ ജോലി വളരെ അത്യാവശ്യമാണ്. കാരണം എനിക്ക് പോയേ പറ്റുള്ളൂ. കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കാകെ വിഷമായി. കാരണം ഒരാളങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ പ്രൊഫഷണലി എനിക്കറിയാം, പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് അവർ പറയുന്നത് അറിയാം, യൂറോപ്യൻസിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ നമുക്ക്. പല കാര്യങ്ങളും എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. സെക്കൻഡ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, എനിക്ക് എന്തായാലും ഈ ജോലി വേണം. അങ്ങനെ ഞാൻ രണ്ടാമതും മൂന്നാമതും നാലാമതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരി വിളിച്ച് പറയും 25 CV ടിക് 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 എന്ന് അവർ ആൻസർ പറയും. പ്രിൻസ് വളരെ മോശമാണ്. എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ പോയി, തീരെ താഴേക്ക് പോയി. അപ്പോഴും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ കഴിഞ്ഞ വർഷം നവംബർ 23 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ കാര്യം ഓൾറെഡി ഞാൻ വെച്ചു. ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഡേറ്റ് തന്നു, ക്രിസ്മസിന് ശേഷം. അപ്പോൾ അന്നത്തെ ദിവസം അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിത് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇൻ്റർവ്യൂവിന് അവർ സൂം മീറ്റിങ്ങിൽ വിളിച്ച് കഴിയുമ്പോഴത്തേനും അവരെ കാണുമ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി പോവുകയാണ്. അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പുള്ളിക്കാരി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു ശകലം ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് അത് ഞാൻ കണ്ണു അടച്ച് ഒറ്റയടിക്ക് കുടിച്ചു. മാതാവിൻ്റെ കാശുരൂപം എടുത്ത് എൻ്റെ കയ്യിൽ ഞാൻ ചുരുട്ടി പിടിച്ചു. അതൊരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ടാണ് ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത്. ഞാനത് കയ്യിൽ ചുരുട്ടി ഞാൻ പിടിച്ചു. പുള്ളിക്കാരി വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, പ്രിൻസിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇന്ന് അസാധ്യമായിട്ട് ആൾ പെർഫോം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ പറഞ്ഞെന്നോ എന്താ കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനത് നന്നായിട്ട് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ശരിക്കും ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് അവിടെ നിന്ന് ഒരു മെയിലാണ് വിളിക്കുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഒരു മെയിൽ സ്റ്റാഫാണ് വിളിക്കുന്നത്. പുള്ളിക്കാരെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഓൾറെഡി സൂം മീറ്റിങ്ങിലാണ് നമ്മൾ പറയുന്ന ആൻസർ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 9 പേർക്കാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മോശമായ ആൾക്കാരെ അവരെടുക്കത്തില്ല. അങ്ങനെയാണത് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഏകദേശം ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഗ്രൂപ്പിൽ തന്നു. സെക്കൻഡ് ചോദിച്ചു, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ സ്ലാങ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എന്നാ ചെയ്തത്, ഞാൻ റൂമിൽ പോയി. ഞാൻ എൻ്റെ വൈഫിനെ വീഡിയോ കോൾ ചെയ്തു. ഇവള് മാതാവിൻ്റെ ആ ബുക്ക് എടുത്ത് മുന്നിൽ വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതെ തന്നെ വേറൊരു കാശുരൂപം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് ഞാൻ ബുക്കിൻ്റെ അവിടെ വെച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ ഉപ്പെടുത്ത് സർവശക്തനായ പിതാവെ ചൊല്ലി ഞാനിരിക്കുന്ന ടേബിളിന് ചുറ്റും ഇട്ടു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ആ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചു. എങ്ങനെയാണോ ഞാൻ പഠിച്ചു വെച്ചത് അതേ രീതിക്കാണ് പുള്ളി എന്നോട് ചോദിച്ചത്. ആ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഉപ്പിട്ട വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. അത് കുടിക്കും തോറും എൻ്റെ തൊണ്ടയിൽ നിന്നൊരു തണുപ്പാണ്. എനിക്ക് ആ സമയത്ത് ഒരു ചൂടോ ഒരു വിറയലോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള പേടിയോ ഒരു പ്രശ്നവും എനിക്കില്ല. ഞാൻ ആ വെള്ളം കുടിക്കും തോറും നമ്മൾ ഈ ഗ്ലൂക്കോസ് കുടിക്കുന്ന ഒരു ഫീലാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. അന്ന് കൃത്യം 10 മണിയായപ്പം എനിക്ക് അവർ കോൺട്രാക്റ്റ് അടിച്ചു തന്നു. വളരെ സന്തോഷമായി എനിക്ക്. ആ 9 പേര് അറ്റൻഡ് ചെയ്തതിൽ ഇന്ന് വരെയുള്ള പ്രോസസ്സിങ്ങിൽ ഞങ്ങൾ 3 പേർക്ക് മാത്രമേ കോൺട്രാക്റ്റ് വന്നിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. ഈ കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയർലൻഡിൽ ഒരു ജനറൽ വർക്ക് പെർമിറ്റ് വരണം. അപ്പോൾ ഇവർ ജനറൽ വർക്ക് പെർമിറ്റിന് കൊടുത്തു. ഓൾറെഡി ഏജൻസി കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 പേരുടെ കൊടുത്തതിൽ ആകെ 3 പേരുടെ മാത്രമേ ജനറൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തുള്ളൂ. ആ ജനറൽ വർക്ക് പെർമിറ്റ് 3 പേരുടെ ഇഷ്യൂ ചെയ്യാൻ കാരണം ഫെബ്രുവരി 20 ജനുവരി 30 ഇവർ ജനറൽ വർക്ക് പെർമിറ്റിന് കൊടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് വരേണ്ടതാണ്. ഫെബ്രുവരി 10 ആയപ്പോഴത്തേനും വന്നിട്ടില്ല. 15 വന്നില്ല, 16 17 18 വന്നില്ല, 19 വന്നില്ല. അപ്പം ബാക്കി എല്ലാവരുടെയും റിജക്റ്റായി. അവർക്ക് മെയിൽ വന്നു. എനിക്കൊരു കൺഫർമേഷനും ഇല്ല. ഞാൻ കൊടുത്തതിനെപ്പറ്റി എനിക്കൊരു അറിവുമില്ല. ഫെബ്രുവരി 20 ഞാൻ ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ വൈഫും ഉണ്ട് എൻ്റെ കൂടെ. അച്ഛൻ അൾത്താരയിലുണ്ട്. അച്ഛനെ കണ്ട് വൈഫ് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ മൊബൈലെടുത്ത് അതിനകത്ത് നോക്കി സ്റ്റാറ്റസ് എന്തായി, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ. ഒരു സ്റ്റാറ്റസും ഇല്ല, ഒരു അപ്ഡേഷനും ഇല്ല.
2 മണി അങ്ങനെ 2-2:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് ഈ നിമിഷം എനിക്ക് ജനറൽ വർക്ക് പെർമിറ്റ് വരുവാണെങ്കിൽ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ പറഞ്ഞു. 5 മണിയായി, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ പോയി. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. 21-ാം തീയതി കൃത്യം 7:30 ആയപ്പം ജനറൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പെട്ടെന്ന് എനിക്കൊരു മെയിൽ വന്നു. എനിക്ക് വളരെ സന്തോഷമായി. ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ വന്നതിന് ശേഷം പിന്നെ എനിക്കിവിടെ നാട്ടിൽ വിസയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുത്ത് ഇപ്പം ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം വിസയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത്രയും സംഭവിച്ചതല്ലേ, സാക്ഷ്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, എൻ്റെ എല്ലാ കാര്യവും നടന്നിട്ടേ ഞാൻ പറയുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ വിസയ്ക്ക് കൊടുത്തിട്ട് ഏകദേശം 1.5 മാസമായി, ഇതുവരെ വിസ കിട്ടിയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് ഈ ആഴ്ച തന്നെ എനിക്ക് വിസ തരും എന്നുള്ളത്. അതുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടെ ഇനി ഒരിക്കലും മാതാവിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ചിന്തയുമില്ലാതെ മുന്നോട്ട് മാതാവിനെ ചേർത്ത് പിടിച്ച് തന്നെ പോകും, ജീവിക്കും എന്നാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. എൻ്റെ പേര് സൗഭാഗ്യ. ഞാൻ നേഴ്സാണെന്ന് ഹസ്ബൻഡ് പറഞ്ഞല്ലോ. 2013 ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായത്. അതിനുശേഷം എല്ലാ നേഴ്സുമാരെയും പോലെ യൂറോപ്യൻ രാജ്യം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ പലതവണ പല രാജ്യങ്ങളിൽ പോകാൻ ശ്രമിച്ചു. അതിലൊന്നാമത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. എനിക്ക് പോകാൻ സാധിച്ചില്ല, വിസ റിജക്ഷനായി, പാസ്സായില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, പാസ്സായില്ലെങ്കിൽ പോലും അവിടെ നഴ്സിംഗ് ഹോമിൽ പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിച്ചു, അതും സാധിച്ചില്ല. അതിനുശേഷം ഇറ്റലി വഴി കയറി പോകാൻ ശ്രമിച്ചു, അതും സാധിച്ചില്ല. ഇത്രയും വിസ റിജക്ഷൻ സംഭവിച്ച എനിക്കിനി യൂറോപ്യൻ രാജ്യം സാധിക്കില്ലെന്നാണ് എല്ലാ ഏജൻസിക്കാരും പറഞ്ഞത്. 2019 ഞങ്ങൾ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. എൻ്റെ സഹോദരിയാണ് ആദ്യമായിട്ട് ഈ ഉടമ്പടിയുടെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. 2019 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അടിയുറച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിന് അസാധ്യമായ ഒരു കാര്യങ്ങളും ഇല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഞാൻ പഠിച്ച പ്രൊഫഷനിൽ എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ പറഞ്ഞതുപോലെ 53 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് അയർലൻഡിലെ ഒരു ജോബ് ഓഫർ വന്നു. 2022 ഞാൻ ജോലിക്ക് പോകുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ജോലിയായി, 1 വർഷം ജോലി ചെയ്തു. അതിനുശേഷം റോഡ് സൈഡിലെ വീടും സ്ഥലമൊക്കെ വേണമെന്ന് തന്നെ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന് എനിക്ക് റോഡ് സൈഡിൽ വീട് സ്ഥലവും വാങ്ങാനായിട്ടുള്ള അനുഗ്രഹം തന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരിയുടെയാണ്. എൻ്റെ സഹോദരി നേഴ്സാണ്. അവൾ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് OET ഒരുപാട് തവണ എഴുതി. സ്പീക്കിങ് മാത്രം അവൾക്ക് കിട്ടില്ലായിരുന്നു, 10 മാർക്കിന് പോകുമായിരുന്നു. അതിനുശേഷം അവൾക്ക് അവളുടെ ജോലി ഭാരം കൂടിയിട്ട് അവൾക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ളതുകൊണ്ട് നേഴ്സ് ഇൻചാർജിൻ്റെ പോസ്റ്റായിരുന്നു. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര പ്രഷറായിരുന്നു ജോലിയിൽ. അതുകൊണ്ട് അവൾ അവിടുന്ന് ജോലി നിർത്തി പോന്നു. എന്നിട്ട് ഇവിടെ വന്ന് കുറേ തവണ എഴുതി, 5-6 തവണ OET പരീക്ഷ എഴുതി, പാസ്സായില്ല. ഞാൻ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ OET B സ്കോർ കൂടെ പാസ്സായി. ന്യൂസിലൻഡിൽ ഇപ്പോൾ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട 3 സാക്ഷ്യങ്ങൾ. ഇതുകൂടാതെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും, സ്ഥിരം ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഫാമിലി ഇവിടെയാണ്, തന്നെയാണ് ഒരു റൂമിൽ ഒരു ഐറിഷ് ഫാമിലിയോടാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പ്രാർത്ഥിക്കാൻ. 3 ദിവസമുള്ള ആഴ്ചയിൽ ഡ്യൂട്ടി. അപ്പം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും മാതാവിനെ സ്വപ്നം കാണുന്നു എന്നൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊന്നും സാധിക്കാത്തത്? എൻ്റെ പ്രാർത്ഥന മോശമായിട്ടാണോ? അതോ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവമാണ്, പെട്ടെന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടും. അതൊക്കെ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ തന്നെ എളിമപ്പെടുത്തി, എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിനുശേഷം ഒരു ദിവസം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഡേറ്റ്, ജൂലൈ മാസം 3-ാം തീയതി അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. കുറേ നേരം ഈ അൾത്താരയിൽ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ 4 വർഷമായിട്ട് കൊതിച്ചിരുന്ന ഒരു സമയമാണ് ഇങ്ങനെ സാക്ഷ്യം പറയുക പറയുന്നത്. അത് ഞാൻ അവധിക്ക് വന്നപ്പോഴും എനിക്ക് സാധിച്ചില്ല. എല്ലാ നിയമങ്ങളും സാധിച്ചിട്ട് വന്ന് പറയാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു പോയിട്ട് ഇതുപോലെ അച്ഛനെ എനിക്ക് സ്വപ്നം കാണാൻ സാധിച്ചു. അതിനുശേഷം അച്ഛൻ അയർലൻഡിൽ വന്നു.
അയർലൻഡിൽ ലിംബ്രിക്കിൽ വന്നു. 3 ദിവസം ധ്യാനം ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കാണാനും സാധിച്ചു, ധ്യാനം കൂടി പ്രാർത്ഥിക്കാനും സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ അവിടെയുള്ളവർക്കും കൊടുക്കും. അവിടെയുള്ളവർക്ക് കൊടുത്തിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കൊച്ചിന് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു. കാരണം ആ കൊച്ചിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. ഞാൻ കുർബാന കൂടാനായിട്ട് പോകും. അവിടെ കണ്ട ഒരു കൊച്ചാണ്, എൻ്റെ മൂത്ത കൊച്ചിൻ്റെ പ്രായമേ ഉള്ളൂ. ആ കൊച്ചിങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരുമാതിരി പ്രാർത്ഥനയൊക്കെ കൂടാതെ, പക്ഷേ അവർ കൊണ്ടുവരും, എല്ലാ ഞായറാഴ്ചയും അവർ കൊണ്ടുവരും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അവർക്ക് വയ്യെങ്കിൽ പോലും ആ കൊച്ചിനെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് സങ്കടമാണ്, ഈ വയ്യാത്ത കൊച്ചിനെ കൊണ്ടുവന്നിട്ട് പോലും മാതാവെ നീ ഒന്ന് കണ്ടു നോക്കിയേ എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിച്ച് അവരോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അത്യാവശ്യം അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നേ ഉള്ളായിരുന്നു. അവരോട് എന്നിട്ട് ഞാൻ സംസാരിച്ച് ഇത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഉടമ്പടി വസ്തു ഞാൻ കുറച്ച് കൊടുത്ത് അവർ ഈ ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ കൊച്ചിന് പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പം നന്നായിട്ടാണ് കുർബാനയ്ക്ക് വന്ന് നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മാതാവിനെ മഹത്വപ്പെടുത്തുമെന്ന് ഞാൻ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ആണെങ്കിലും മാതാവിനെ മോശപ്പെടുത്തി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അതൊന്നും ഞാൻ കാണാൻ പോലും താല്പര്യം, കാരണം വ്യൂവേഴ്സിൻ്റെ ഇത് കൂടുന്നതുകൊണ്ട് അതൊന്നും ഞാൻ കാണത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവരൊന്നും ഇതിനൊന്നും യോഗ്യരല്ല, ഇതൊന്നും പറയാൻ യോഗ്യരല്ല. എന്ത് അത്ഭുതം എന്തൊക്കെ അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് തേടിയാണ് മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, മാതാവിനെ ദുഷിച്ച് മനസ്സിൽ വിചാരിക്കുന്ന ആരും മാതാവിനെ ഒരിക്കലും ചെറുതാക്കി കാണരുത്. നമ്മളിവിടെ വന്നിരിക്കുന്നവരുടെ ചെറിയ ആവശ്യങ്ങൾ പോലും മാതാവ് കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ കുടുംബം. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ എന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറച്ച് ഞാൻ പറയുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നന്നായിട്ട് ചെയ്യും. ഞങ്ങളുടെ അവിടെ ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ എല്ലാ മാസവും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ അരി സാധനങ്ങളാണെങ്കിലും അതേപോലെ സാമ്പത്തികമായിട്ടാണെങ്കിലും ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം കന്നഡ, തമിഴ്, അതേപോലെ മലയാളം പേപ്പറുകൾ ഇവിടുന്ന് ഒരു 10,500 പേപ്പർ മുകളിൽ കൊണ്ടുപോയി എല്ലാ ഭാഗത്തും ഞങ്ങൾ എത്തിക്കും. ഞങ്ങളിപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് മിക്സഡ് ആണ്. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസുണ്ട്, ക്രിസ്ത്യൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പല ഭാഗങ്ങളിലും ഞങ്ങൾ തന്നെ കൊടുത്ത് പരമാവധി മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ എവിടെ പോകുന്നു, എവിടെയായിരുന്നാലും മാതാവിൻ്റെ കൂടെ തന്നെ ആയിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയും.